കർമ്മ 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 അല്ലേ? കർമ്മയ്ക്ക് എനിക്ക് വിശ്വാസമില്ല. കർമ്മയ്ക്ക് വേണ്ടി സമയവും എനിക്കെടുക്കാൻ സമയമില്ല. ഫിറോസിനെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സജന ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് മുഴുവനായി കണ്ടു നോക്കാം. കർമ്മ നോക്കി നിന്ന് കഴിഞ്ഞാൽ, കർമ്മ വരട്ടെ, കർമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു പോകും. പലതും ഞാൻ കാണേണ്ട ഗതിയിൽ വരും, പലതും ഞാൻ കേൾക്കേണ്ടി വരും. എനിക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഇവിടം വരെത്തി. എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം, എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലയിൽ കയറി നല്ല അതിനപ്പുറം കയറി എന്നെ ചൊറിയാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല. ഞാനതുകൊണ്ട് നിയമവശാൽ നിയമം പോലെ ഞാൻ ലീഗലി പോയേക്കുവാണ്. കാര്യങ്ങളെല്ലാം ലീഗലി പോയെങ്കിലും ഈ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഒരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ ആയതുകൊണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പം വിവാദം നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലും ഇത് പറയണം. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും ആക്കിയത്. അപ്പം ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ സഹിതം തെറ്റാണല്ലോ എന്ന് പറയും. അപ്പം മറുവശം കൂടെ കേട്ടിട്ട് കുറേ ചാനൽസ് എടുത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ആൾക്കാർ കൂടെ അടുത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇട്ട് തരിക. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് ഇനിയെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ്, എൻ്റെ ഫിറോസിൻ്റെ. 2024 ഒക്ടോബർ 23 ഞങ്ങളുടെ മാരേജ് നടന്നത്. ഈ മാരേജ് നടക്കുന്നതിന് മുന്നേ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് അല്ല, ചെറിയൊരു ലവ് മാരേജ് ആണ്. ഈ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾക്ക് ഒരു മാസത്തെ ചെറിയൊരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സെക്കൻഡ് ആണ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സാണ്, എനിക്കതിലൊരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടു, നല്ല ബന്ധമാണെന്ന് ചിന്തിച്ച് ഒരു മാസം കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങളെ വീട്ടിൽ ആലോചിക്കുന്നു. കാരണം എനിക്ക് ഓൾറെഡി കല്യാണപ്രായം 20 വയസ്സുള്ള സമയത്ത്, അപ്പം ആദ്യത്തെ ലൈഫിൽ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയത്താണ് ഈ മാരേജ്, ഈ കാര്യങ്ങൾ വരുന്നതും. അവരെൻ്റെ വീട്ടുകാർ നോക്കിയപ്പം ഓക്കെ, നമ്മുടെ റിലേറ്റീവുകളുടെ അടുത്തെല്ലാം ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്, നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മളെ ബന്ധുക്കാരിലെല്ലാം ചോദിക്കുമ്പോൾ പറയുന്നു വേറെ ദുശീലങ്ങളൊന്നുമില്ല. അന്നത്തെ കാര്യങ്ങൾ ദുശീലങ്ങളാണല്ലോ നോക്കുന്നത്, വേറെ ദുശീലങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ഈ ദുശീലങ്ങൾ എന്നുള്ളത് സാധനങ്ങൾ ഈ വീട്ടുകാരുടെ അടുത്ത് മുന്നിലാണല്ലോ ഈ ദുശീലങ്ങളൊന്നും കാണിക്കാത്തത്. പുറമേ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല, അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എന്നെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ ശ്രമിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നുവിടാന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിൻ്റെ അടുത്ത്, കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ച് നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് ഇനി രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നൻ്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരനോട് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം പറഞ്ഞു, സച്ചിന എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നില്ല, അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിൻ്റെ മിസ്സിംഗ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെന്റലി കുറച്ച് ഡിപ്രഷനായി പോകും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നൻ്റ് ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോനുണ്ടായ സമയത്തെ, വൈഫിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയാൻ, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പറയാത്തൊരു വല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം അനുഭവിക്കുന്നവർക്ക് ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ തെറ്റി പറയും, നീ എന്തിനാ 2ാമത് മാരേജ് ചെയ്യാൻ പോയി ഒരു മോളെ വെച്ചിട്ട്. ശരിയാണ്, അത് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കത്തില്ല.
പല തെറ്റുകളും പല കമന്റുകളും ഇനി വരുമായിരിക്കും. പക്ഷേ ഈ സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ലൈഫ് എന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടെ പോകാത്ത ആൾക്കാർക്കെല്ലാം ഇത് ചിലപ്പോൾ തെറ്റായിട്ട് തന്നെ തോന്നും. അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാൻ പോകുന്നത്, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പെണ്ണ് കാരണം എൻ്റെ കുഞ്ഞ് നൊന്നുകൊണ്ടിരിക്കുക, ഈ പെണ്ണില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായേനെ എന്ന് പറയാനുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പോഷിക്കാൻ തുടങ്ങി. എൻ്റെ മോളുടെ 2.5 വയസ്സ് തൊട്ട് ഞാൻ അതുവരെ ഫോക്സ്വാനിൽ ജോലി ചെയ്യുമായിരുന്നു. ഫോക്സ്വാനിൽ എൻ്റെ ജോലിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണം. കാരണം കുഞ്ഞിൻ്റെ ചെലവുകൾ എൻ്റെ സിസ്റ്ററാണ് നോക്കുന്നത്. അതിനുശേഷം ഫുള്ള് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ദൈവതുല്യം കാണുന്ന ഒരാൾ എൻ്റെ സിസ്റ്റർ മാത്രമാണ്. സിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥയായിട്ട് നടന്നേനെ. ഞാൻ അവളെ എന്തിട്ട് പൂജിച്ചാലും എന്തിട്ട് കൊടുത്താലും എന്തൊക്കെ ചെയ്താലും നന്ദി എനിക്ക് പറഞ്ഞു തരാൻ അപ്പുറമാണ്. കാരണം അവള് ഒരു അമ്മ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തത്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം, എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡിങ്, അവൾക്ക് ആ സമയത്ത് കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിനുള്ള ഡ്രസ്സ്, എൻ്റെ കുഞ്ഞിനുള്ള സ്നഗ്ഗി, എല്ലാ കാര്യങ്ങളും എൻ്റെ സിസ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിനെയും ഞാൻ നമിക്കുന്നത്. കാരണം അവരും ആ പുള്ളിക്കാരൻ നോ പറഞ്ഞാൽ എൻ്റെ ഇത്താക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും സാബുക്ക ഇത്താടെ ഹസ്ബൻഡ് പോലും ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം എന്നിട്ട് പോലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായാലും എന്നിട്ട് ഞാൻ ഒരു സ്വാഭാവികമായിട്ട് നമ്മളൊരു അമ്മ എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. എത്രയും പോരിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിലൊരു സാധനമുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ റോബലിനെ പ്രസവിച്ച് കഴിഞ്ഞ സമയത്തും എൻ്റെ ഭാഗ്യത്തിന് ഒരു 3 മാസം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ട് പറയുമല്ലോ. കാരണം തുടക്കത്തിലെ മോള് പപ്പ എന്നൊക്കെ വിളിപ്പിച്ച ആള് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ തുടക്കം തൊട്ടേ നമ്മളിലുണ്ട്. പ്രസവം കഴിഞ്ഞ് 3-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. ആ മാസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളോടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയത്തും പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം, പുള്ളിക്കാരൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ഗ്യാപ്പ് ഞാൻ പറഞ്ഞു 3 മാസം ചടങ്ങ് നമ്മൾ വീട്ടിലല്ലേ നിൽക്കേണ്ടത്, വീട്ടിൽ നിർത്തുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് നിൽക്കാനുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ടോർച്ച് ചെയ്യാൻ തുടങ്ങിയാണ്. അവിടെയും വഴക്കാം, ഭയങ്കര ഇഷ്യൂസ് നടക്കും ഞങ്ങൾ തമ്മിൽ. നീ അങ്ങനെയല്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ, എനിക്ക് കുഞ്ഞാൻ വന്നോ കണ്ടോ, 3 മാസത്തെ റെസ്റ്റല്ലേ ഞാൻ പറയുന്നുള്ളൂ, 3 മാസം വരെ എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള റെസ്റ്റ് എനിക്ക് തന്നൂടെ എന്ന് പറഞ്ഞ് അവിടെയും വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയത്തില്ല. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിന് ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ ഡേറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന് എവിടെയെങ്കിലും സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ്വാനിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിൻ്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ച് ഞാൻ പറഞ്ഞു എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നി നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവർ ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാനില്ലേ, റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും എൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ ഞാൻ കാണിക്കുന്നത്. പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, 2ാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസ്തമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന്
എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു, കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമാരുടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയിപ്പോയോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അപ്പം അവിടെ കുറച്ച് ഇൻസിഡൻസ് നടന്നു. അത് ഞാൻ വേറെ ആരെയും ഫാമിലിയൊന്നും ഞാൻ വിളിച്ചിരുന്നില്ല. അവരൊന്നും അറിയുന്നില്ലല്ലോ കാര്യങ്ങൾ. അവർ പോട്ടെ, സ്വാഭാവികം, മക്കളാവുമ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. അതെന്തോ ആട്ടെ, അതൊന്നും ഒരിക്കലും അവരൊന്നും ഞാൻ അത് വലിച്ചേക്കുന്നില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഞാൻ അവരാരെയും വലിച്ചിരുന്നില്ല. അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കേണ്ട, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിൽ ഒരു വലിയ പാടുണ്ടായിരുന്നു, 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ ഹോസ്പിറ്റലിൽ, എൻ്റെ കുഞ്ഞുമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന് സ്റ്റിച്ചിട്ട് 22 സ്റ്റിച്ച് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആള് ഭയങ്കര കരച്ചിൽ, കാല് പിടിച്ച് മാപ്പ് പറച്ചിൽ, കാര്യങ്ങളെല്ലാം വന്ന് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല വാവേ, ഞാൻ വാവേ എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. വാവേ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, വാവേ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി, വാവേ മറ്റേതാ മറിച്ചതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞ് ഞാനത് സോൾവ് ചെയ്തു. ഓക്കെ, സമാധാനം, അതെല്ലാം കാര്യം. എനിക്ക് തോന്നുന്നു ആ പാട് ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിന്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം. ആ വലിയ ബിഗ് ബോസിന്റെ സമയത്ത് ഞാൻ കൈമുറിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, ഞാൻ വേറൊരു വിഷയം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതാണ് വിഷയം. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലിയായിട്ട് കുഴപ്പമില്ലാതെ ഹാപ്പിയായിട്ട് പിന്നെയും പോന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വിളിച്ച് ഞാൻ പോക്കുക. ആ സമയത്ത് ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നു, ദേവി ചെയ്ത് നിങ്ങൾ എന്നെ ചതിക്കരുത്, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പെണ്ണിന്റെ കാല് പിടിച്ചു. ആ പെണ്ണ് കുറേ ഇയാളെ പ്രാഗി, ഇയാളുടെ മക്കളെ പ്രാഗി, അവൾ പറയുന്നത് നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞ് ഇയാളെ കുറേ പ്രാഗിയായിരുന്നു ആ പെൺകുറിച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം സോൾവായി. നമ്മൾ ഫാമിലി പിന്നെയും ഹാപ്പിയായിട്ട് പോകുന്നതിന് ശേഷം 6 മാസം ശേഷം നമ്മളൊരു സിനിമ സെറ്റ് ഞാൻ പറയുന്നില്ല, ആ സിനിമ സെറ്റിൽ ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരെ ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമുക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്തോളൂ, സജിന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി, ഞാൻ മിണ്ടയില്ല. ഞാൻ രണ്ടാമതും സ്റ്റക്കായി നിൽക്കുക എന്താണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാതിരിക്കുക. അങ്ങനെ അതിനെക്കുറിച്ചുള്ള സെർച്ചിങ് എടുത്തു. അവരെന്നെ അടുത്ത് പറഞ്ഞു, ഈ സമയത്ത് ഒരു കോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്തുള്ള കാര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ കൊല്ലത്തോട്ട് വരുന്നു. കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ, കൂട്ടുകാരനെ കാണാൻ പോയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഞങ്ങൾ പോകുന്നിടത്ത് റേഞ്ച് ഇല്ല എന്നൊക്കെ പറയും. ആ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ ഞാൻ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. പുള്ളിയുടെ ജിമ്മേറ്റ് ഫ്രണ്ടാണ്. അവരെല്ലാം പിന്നെ കാണും, അവർക്കൊക്കെ ഈ സത്യാവസ്ഥ അറിയാം. അവിടെ വെച്ച് അവർ സംസാരിക്കുമ്പോൾ ഈ കോൾ എന്നെ ആ ഫ്രണ്ട്, എൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എൻ്റെ ആ ഫ്രണ്ട് കോസ്റ്റ്യൂമർ പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, സച്ചിന ഫിറോസും ഇന്ന ആളും കൂടെ ഭയങ്കര സംസാരം, മാറി നിന്ന് ചിരിയും കളിയും ഭയങ്കര കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് എവിടെയാണ്, നീ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫിറോസുകാരുടെ ഫോണിൽ അതിന് റേഞ്ച് ഇല്ലല്ലോ, ഫിറോസുകാരുടെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് അല്ലേ? എനിക്കറിയില്ല, പക്ഷെ ഫിറോസ് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഭയങ്കരമാണ്. ഫിറോസ് ഖാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ്. അങ്ങനെ അതും കുറേ പ്രശ്നങ്ങൾ വന്നു. കുറേ ഞാൻ പെട്ടെന്ന് ചുരുക്കമാണ്, കാരണം നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മടുക്കണ്ടെന്നുള്ളതാണ്. അവിടെയും കുറേ കാര്യങ്ങൾ വന്ന് അവിടെ നിന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ ഇതാക്കുന്നു, അവനെ വിളിച്ചിരിക്കുന്ന റെക്കോർഡ് ചേർക്കുന്നു, ആ പെൺകൊച്ചിനോട് സംസാരിക്കുന്ന റെക്കോർഡ് എടുക്കുന്നു. അവരുമായിട്ട് സംസാരങ്ങളായി. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വഴക്കായി. ഞാൻ ഇങ്ങനെ ലൈഫിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കൈ മുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടായി വന്നിരിക്കുകയാണ്, എന്നെ ദയവ് ചെയ്ത് അതൊന്നും എൻ്റെ ലൈഫ് നശിപ്പിക്കില്ലെന്നുണ്ട്. ആ കൊച്ചിൻ്റെ അടുത്ത് കരഞ്ഞു. ആ കൊച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സോറി ഇത്താ, ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ കൊച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് വിട്ടു. അന്നും ഇതുപോലെ ഞാൻ സൂയിസൈഡിന് വേണ്ടി നോക്കി. കാരണം ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനെയായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെയായി, അതിനകത്തൊരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു പിടുത്തവും ഇല്ല. എൻ്റെ മുന്നിലോട്ട് എന്താണെന്നുള്ളത് എനിക്കൊരു രംഗമില്ല. എൻ്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആൾക്കാർ ഇനി രണ്ടാമതും ഇങ്ങനെ വരുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ അന്നത്തെ ഒരു നാട്ടുമ്പുറത്തുകാരി പോലെ ആണല്ലോ. അപ്പം തീർച്ചയായിട്ടും നാട്ടുകാർ പറയുന്നത് ഇനി അടുത്ത ലൈഫിലും എന്തെങ്കിലും ആയി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ പറയാൻ പോകുന്നത് എന്നെ ആയിരിക്കും, ഞാൻ എൻ്റെ കാരണം കാണാണ് രണ്ടാമതും ലൈഫ് ഇങ്ങനെ ആൾക്കാർ പറയും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് സഹിച്ച് പിന്നെയും കുറേ ശ്രമിച്ചു. പിന്നെയും കാലുപിടുത്തവും കരച്ചിലും, പിന്നെയും പൊക്കുന്നു, പിന്നെയും കരയുന്നു, പിന്നെയും പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ബ്രേക്കപ്പ്, വലിയൊരു ബ്രേക്കപ്പ് ആകുന്നു. ഒരു 6 months ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആയപ്പം
എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ വർക്കിന് ഇറങ്ങാൻ പോകുന്നു. ഞാൻ ഇതിൻ്റെ ഹോണ്ട ഷോറൂമിൽ കയറുന്നു. അവിടെ ജോലിക്ക് കയറിയ സമയത്ത് ഞങ്ങൾ ഒരു റെൻ്റൽ ഹൗസിലോട്ട് മാറി. ഇവരും റെൻ്റൽ ഹൗസിലായിരുന്നു. അവിടുന്ന് ഫാമിലി എല്ലാം കൂടെ നിൽക്കുന്നത് ഞങ്ങൾ വേറൊരു റെൻ്റൽ ഹൗസിലോട്ടായി. അവിടുന്ന് ഞങ്ങൾ എറണാകുളത്തൊക്കെ പോയിട്ട് തിരിച്ച് കൊല്ലത്ത് വന്ന് വേറൊരു റെൻ്റൽ ഹൗസ് എടുക്കുന്നു. വന്ന് ഞാൻ ജോലിക്ക് കയറുന്നു. എൻ്റെ ലക്ഷ്യം ജോലിക്ക് കയറുക എന്നുള്ളത് എൻ്റെ കുഞ്ഞിനെ ചിലവിന് കൊടുക്കണം. കാരണം ഒരാളുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് ചിലവിന് മേടിക്കുന്നത് മോശമല്ലേ. അപ്പം എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് കൊടുക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണമെന്ന് ഞാൻ ജോലിക്ക് കയറുന്നു. സത്യവാസം 20,000 സാലറി ഉള്ളതിന് ഞാൻ 15,000 സാലറി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടി 5,000 രൂപ കൊടുക്കേണ്ട. കുഞ്ഞിനെ തന്നെ ഇപ്പം തന്നെ പറയുന്നുണ്ട് കുഞ്ഞു കാരണമാണെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 15,000 രൂപ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മാനേജറിനടുത്തും ഞങ്ങൾ അവിടുത്തെ ചേച്ചിമാർത്തൊക്കെ പറഞ്ഞു എൻ്റെ സാലറി ഇത്രയാണെന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് 5,000 കുഞ്ഞിന് വേണ്ടി ചിലവിന് മുക്കി കൊടുക്കാൻ നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതിനുശേഷം വീണ്ടും അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്ന ആ സമയത്ത് ലൈവിനകത്ത് കുറേ ഉണ്ട് വീഡിയോ. അതും ആരെങ്കിലുമൊക്കെ എടുത്ത് ഇത്രയും ക്ലിപ്പുകൾ എടുത്തിരുന്നുകൊണ്ട് അതും കൂടെ കൊടുത്ത് ഇടുകയാണെന്നെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നേനെ. അന്നും ഇതുപോലെ മോഹങ്ങളെല്ലാം പാടുകളൊക്കെ വരുത്തി വയ്യാണ്ടായിട്ടാണ് ഞാൻ ബിഗ് ബോസിൻ്റെ അതിൽ വന്ന് ആ ലൈവിൽ വരുന്നതും. അപ്പോൾ എല്ലാവരും ലൈവിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഫിറോസ് അടിച്ചതാണോ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വല്ല മാറ്റിന് വീണതാ സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞ് വീണതാന്നൊക്കെ പറയുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് അതിനകത്ത് മെയിൻ രൂക്ഷമാകാൻ കാരണം ഞാനിത് വേണ്ട എന്ന് പൂർണ്ണമായിട്ട് വെക്കാൻ കാരണം ബിഗ് ബോസിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, ബിഗ് ബോസിൽ പോയ ആൾക്കാർക്കറിയാം, നമ്മളൊരു 3 ആഴ്ചത്തെ പേയ്മെൻറ്റ് ആദ്യമേ നമ്മൾ അക്കൗണ്ടിൽ വീഴും. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് എൻ്റെ ഉമ്മയുടെ കൈ കൊടുത്തിട്ടാണ് പോയത്. കാരണം ചിലവിന് എന്തെങ്കിലും കൊടുക്കട്ടെ. ആ സമയത്ത് ഞാൻ കുറച്ച് സ്ട്രോങ് ആയി വന്നു. ഞാൻ കുറച്ച് എൻ്റെ ഉമ്മയുടെ ചിലവിന് പിള്ളേർക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടി കൊടുക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ATM എടുത്ത് ഉമ്മയുടെ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് പൈസ വരുമ്പോൾ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. ഒരു കുഞ്ഞു മാത്രമല്ല 2 കുഞ്ഞുങ്ങളോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് പോയ സാധനം തിരിച്ച് വന്നപ്പോൾ ഒരു 10,000, 20,000, 25,000, 30,000 നടും കറക്റ്റ് 30,000 രൂപയ്ക്കകത്ത് നിന്നാണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അത് തക്കതായ കറക്റ്റ് തെളിവ് എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഡ്രസ്സ് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഇവർക്ക് ആ സമയത്ത് കൊളാബും കാര്യങ്ങളും അങ്ങനെ ഒന്നും അറിയത്തില്ല, എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഇന്ന ഫംഗ്ഷൻ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തന്നെ ഏതൊക്കെയോ കടയിൽ നിന്ന് പോയി സാധനങ്ങൾ കഴിച്ചു. കാരണം അവിടെ നിൽക്കുകയല്ലേ, പൈസ കൊടുക്കുന്നത് ഇതിനകത്ത് മത്സരിക്കും. ഞാൻ പറഞ്ഞു എന്ത് ആവശ്യമാണെങ്കിൽ ഇതിനകത്ത് എടുത്തോളം പറഞ്ഞു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 30,000 രൂപ ചിലവിനായിട്ട് ഒരു 10,000-15 രൂപ പോയിട്ടുണ്ട്. ഡ്രസ്സിന് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ഫിറോസ് അങ്ങ് ടോർച്ചറിങ് തുടങ്ങി. നിന്റെ വീട്ടുകാരെടുത്ത് നശിപ്പിച്ചു, നിന്റെ വീട്ടുകാർക്ക് നിന്റെ മൂക്ക് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ടോർച്ചറിങ് തരാൻ തുടങ്ങി. എന്നിട്ടും ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു. ഈ സമയത്ത് നമുക്ക് മെൻ്റലി കുറച്ച് ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നു. പോട്ടെ, ഞാൻ ഒത്തു കുഞ്ഞിന് വേണ്ടി പിന്നെയും സഹിക്കാം. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചേർന്നു. സീരിയലിൽ കയറുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എന്നോട് നിൽക്കുന്ന ടീമിനെല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയകരണം എന്നുള്ള പറഞ്ഞ സീരിയൽ അവരുടെ എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം. ഈ പുള്ളിക്കാരൻ വന്ന് എൻ്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോയിട്ട് എന്നെ സംശയമാണ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറയും അലിക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ അപ്പോഴും എനിക്ക് നാണെങ്കിൽ പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ലേ നടക്കുന്നത് അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടന്നപ്പോൾ ഞാൻ പറയുമ്പോൾ പുള്ളി പറയും നീ അവനോട് മറ്റൊന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പറയും ഞാനല്ല ഫിറോസ്ക്ക് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞു അവിടുന്ന് വഴക്കിൽ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സിലാവാന്നുള്ള തീരുമാനമെത്തി. അങ്ങനെ നമ്മൾ പിരിഞ്ഞു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ പിരിഞ്ഞ് ഞങ്ങൾ മാറി നിന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നു നീ അവനോട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, നീ അവനോട് കിടക്കുകയല്ലേടി, നീ അവരെ വിളിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആർക്കും പറയത്തില്ല. അവർ വിളിച്ചിട്ട് സജന ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉള്ളതാണ്, അവൻ വിളിച്ചിട്ട് തന്നെ നിന്നോട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് ചെയ്ത് നിങ്ങളില്ലെങ്കിൽ വേറെ വർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ പല വർക്കുകൾ പല സീരിയൽസ് ആവട്ടെ സിനിമ ആവട്ടെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംശയം ഞാൻ ആരും കൂടെ പോയി ഇയാൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ പിരിഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇയാൾ എന്നെ വിടാതെ ടോർച്ചർ ചെയ്ത് എന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എനിക്ക് സമാധാനം തരാതെ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുന്നത് നീ അവളോട് കിടക്കുന്നതിനൊക്കെ പറയുന്നത് എല്ലാവരും പറഞ്ഞു നീ അവളോട് കടന്നില്ലേ. അതായത് ഒരു പെണ്ണെ കേൾക്കാൻ പറ്റുന്ന അപ്പുറം എൻ്റെ വീട്ടുകാർ വിളിച്ച് ഷൗട്ട് ചെയ്തു. അവരുടെ വീട്ടുകാർക്ക് പറയുന്നു, അവരുടെ വീട്ടുകാർ വിളിച്ച് പറയുന്നു ആ കൊച്ചിനെ എന്ത് ജീവിക്കാൻ സമ്മതിക്കും. അവരുടെ വീട്ടുകാർ സഹിതം പറഞ്ഞു. അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ നല്ല രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം സഹിച്ച് ഇതെല്ലാം ഞാൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ സഖി കെട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇനിയുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാം. എൻ്റെ കയ്യിലാണ് ഒരു തെറ്റെങ്കിൽ 5 വർഷമായി ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കാം. ബിഗ് ബോസിന് ശേഷം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. ഞാനൊരു വിൻഡോവിനകത്ത് വന്ന് പറഞ്ഞു, ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്തോ ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2.25 വർഷമായിട്ടേ ഉള്ളൂ ആ വീഡിയോ വന്നിട്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് തരണം.
ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പം അത് പക്ഷേ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് പല വേറെ രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന തെറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ടുപുറകെ ഇയാൾക്ക് അറിയാവുന്ന കാര്യമല്ല, ഇയാൾ വെച്ചേക്കുവോ, ഇയാൾ ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാള്. എനിക്ക് അങ്ങനെ ഒരു സാധനം ആ പുള്ളി എനിക്ക് ഇനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പുള്ളിയായിട്ട് നമ്മൾ പൊങ്ങച്ചത്തോടെ പറയും, ഈ പുള്ളിക്കാരൻ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷം അങ്ങനെ പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമോ 5 വർഷമോ 10 വർഷം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അത് പിടിച്ചുള്ള ആൾക്കാരുടെ അടുത്ത് പറയല്ലേ ദൈവം ചെയ്ത്. ഇന്നത്തെ പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറിന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലും പുള്ളിക്കാരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെയിലിൽ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്കെയിലിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോടെയാണ് എയർ ഇന്ത്യയോ എയർ എക്സ്പ്രസ്സോ അതിൻ്റെ നല്ലൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജ് ആയിട്ട്, അവളുടെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം, ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു, ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നീ കുർത്തിക്ക് അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങൾ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എൻ്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ, ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങളും കൂടെ ആ മനുഷ്യൻ, നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ഒരു ബാക്ക്ബോണായിട്ട് നിൽക്കുന്ന ഒരാളിനെ വലിച്ച് കൊന്ന് ഇത്രയും ഒരു നികിഷ്ടമാക്കി വെച്ചത്, പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ശരി, എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടല്ലോ, അതിനാണ് ഇത് വിവാദമായി എന്ന് പറയുന്നു. പക്ഷേ അതിന് മുന്നേ എന്നെ ഇതിങ്ങനെ ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പീഡനം കുറേ നാൾ കൊണ്ടുണ്ട്. ഓക്കെ, അറ്റ് പ്രസന്റ് ഞാൻ ഇത്രയും സാധനം ചുരുക്കി ഞാനൊരു കംപ്ലൈൻ്റ് ആക്കി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വരെ ഇവൻ നല്ലതാണെങ്കിൽ ഓക്കെ, എന്നെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങനെ നടക്കുന്നു, ഞാൻ ഇങ്ങനെ നടക്കുന്നു. ഇവൻ എനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ലായിരുന്നു. ഇവൻ ഡിവോഴ്സ് തരാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ടോർച്ചറിങ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ ടോർച്ചർ ചെയ്തതും എന്നെ ടോർച്ചർ ചെയ്യുന്നത് ഇതെല്ലാം ഞാനൊരു വീഡിയോ ആക്കി ഞാൻ പുറത്ത് പറയാൻ പോവാം. ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ മോനോടത്ത് മാത്രം ഇത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബാധിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അയാൾക്ക്, കാരണം ഞാൻ പറയാൻ ഇയാളെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഞാൻ വെളിയിൽ വന്ന് പറയാത്തത്, ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളത് പറയാത്ത കാരണം, ഞങ്ങൾ ഇന്ന കാരണമാണെന്ന് ഞാൻ പറയാത്തൊരു കാരണം, അവനും അവൻ്റെ പപ്പായ നാളെ സ്കൂളിൽ വരുമ്പം അവൻ്റെ പപ്പ കാണാൻ വരുന്നു. അവനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ പപ്പ എന്ന് പറഞ്ഞ് ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞിനെ പപ്പ കൊണ്ടാക്കാൻ പോകുമ്പോൾ എടാ നിന്റെ പപ്പ ഇന്നാണ് കല്ലേടാ എന്ന് പറയരുത് എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞാൻ ഇതൊന്നും വെളിയിൽ പറയാതെ ക്ഷമിച്ച് ഇത്രയും ആയത്. പക്ഷേ അപ്പോഴും ഞാൻ അവൻ്റെ പപ്പ നല്ലതാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മ്യൂച്വലായിട്ട് എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് ഞാൻ അതിന് സോൾവ് ചെയ്യുന്നു. കാരണം പുള്ളിക്കാരന് പറഞ്ഞേ പറ്റത്തുള്ളൂ വന്ന ചാനലിൽ. പുള്ളിക്കാരൻ എന്തെങ്കിലും മിണ്ടിക്കാൻ ഞാൻ അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. പുള്ളിക്കാരൻ അറിയാം, അല്ലാതെ സ്നേഹം കൊണ്ടോ പേടിച്ചിട്ടൊന്നും, അല്ലാതെ ഇതുകൊണ്ടൊന്നും ബഹുമാനം കൊണ്ടൊന്നും അല്ല പുള്ളിക്കാരൻ അത് പറഞ്ഞത്. പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം എടുത്ത് വെളിയിലിടുന്നു, പുള്ളിക്കാരൻ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നു, ഈ സാധനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇതൊന്നും പറയാഞ്ഞത്. എന്നിട്ടും ഞാൻ സൈസ് എല്ലാം പോട്ടെ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പോട്ടെ എന്ന് പറഞ്ഞു നിന്നു. ലാസ്റ്റ് ഡിവോഴ്സ് തരാൻ പറഞ്ഞപ്പോൾ ഇവൻ ഒരു വിധത്തിൽ ഡിവോഴ്സ് തരുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനിതെല്ലാം വെളിയിൽ വന്ന് പറയും, എനിക്ക് ഡിവോഴ്സ് വേണം, കാരണം ഇതിനകത്തൊന്നും എനിക്കൊരു ഫ്രീഡം വേണം. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് വിടുന്നില്ല. വർക്കിന് പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യയുടെ നീ കിടക്കുന്ന വാക്കൊഴിക്കാതെ ഇവന് വേറൊരു വാക്കില്ല. എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി, എല്ലാവരെയും വിളിച്ച് വലിയ പ്രമുഖമായ ആൾക്കാരെ വിളിച്ച് വരെ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നീ അങ്ങനെയാടാ, നീ അവരുടെ കൂടെ കിടന്നില്ലേ, എനിക്ക് വരുന്ന വർക്ക് നേരിന് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. പോട്ടെ, എല്ലാം ക്ഷമിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഈ പേരും പറഞ്ഞിട്ട് അവൻ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞു. മ്യൂച്വൽ ഞങ്ങൾ സൈൻ ചെയ്തു. മ്യൂച്വൽ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്ത് മ്യൂച്വൽ എടുത്ത് ഡേറ്റുകൾ എടുത്ത് ഞങ്ങൾ ഒരു വക്കീൽ വെച്ച് അവൻ പറഞ്ഞു ഒരു വക്കീൽ, അവൻ്റെ വക്കീൽ വെക്കാൻ പറഞ്ഞു. അവൻ്റെ വക്കീലിനെ വെക്കണ്ട, നമുക്കൊരു വക്കീൽ മ്യൂച്വൽ അല്ലേ ഒരു വക്കീൽ വെക്കാന്ന് പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട് വഴി നമ്മൾ ആ വക്കീലിനെ വെച്ച്, എൻ്റെ ഒരു ഫ്രണ്ടാണ് വക്കീൽ, മനു എന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിന് വിളിച്ച സമയത്തിന് വന്നില്ല. അതങ്ങനെ ലാപ്സായിപ്പോയി. അവൻ മനഃപൂർവ്വം പണി തരാണ്, അതായത് നമുക്ക് ഡിവോഴ്സ് തരത്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ആദ്യ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കും എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം
ഈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണ്ണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. അതിന് തെളിവുകളും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നോ അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പോൾ മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കത്തുള്ള ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പം ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണം, ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണ്ണം പോട്ടെ, ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ, അവന് ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ വരുമ്പം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളായിരുന്നു ഡിവോഴ്സിന്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ഇവൻ പറയുന്നു ഈ കുഞ്ഞിനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മൈൻഡ് വേറെ ഇങ്ങോട്ട് പോയി, അതുകൊണ്ടാണ് സോറി. അപ്പം ഈ ലാസ്റ്റ് ഇവരും പറയുന്നു ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം എൻ്റെ മാരേജ് ഇല്ലീഗലാണെന്ന് പറയാം. ഇവൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്നെ കഴിച്ചേക്കുന്ന ഇല്ലീഗൽ മാരേജാണ്. അപ്പം ഇവൻ ഇത്രയും ദ്രോഹം ചെയ്ത പോരെ. പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഒരു 5 സെന്റ് സ്ഥലം വീടും എനിക്കുണ്ട്. ആ വസ്തു ഞാൻ അവന്റെ പേരിലോട്ട് എഴുതി കൊടുക്കണം, എഴുതി കൊടുത്താൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാനും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ജപ്തിയായി കിടക്കുകയാണത്. എൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത്. എൻ്റെ പേരിലേക്ക് ആ വീടിന് 15 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടന്നത്. എൻ്റെ ലാസ്റ്റ് അതും ജപ്തിയുടെ ഘട്ടത്തിൽ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ തലയിലാക്കി ഇവനൊരു ബുള്ളറ്റ്, ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്. അതിനും മാസം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ എമൗണ്ട് വെച്ചിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതും എൻ്റെ തലയിലായി സിവിൽ സ്കോർ വെച്ചിട്ട് എൻ്റെ മൊത്തം എനിക്കിപ്പോൾ ഒരു ലോൺ പോലും, എനിക്കൊരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടേക്കാണ്. ഇതെല്ലാം ചെയ്ത് ഞാൻ അങ്ങേയറ്റം ഞാൻ നിൽക്കാം. ഇനി എനിക്ക് പറ്റില്ല. എന്നെ ഇത്രയും ഞാൻ സഹിച്ച് ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചാണ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ പോലും ഇനി ഒരു പക്ഷേ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കേണ്ടത് ഞാനാണ്. ഈ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്. നാളെ കാലത്ത് എൻ്റെ കുഞ്ഞിനെ പോകും നിന്റെ ഉമ്മ ഇങ്ങനെ ഇതിലെ മറ്റേതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാണക്കേട്. എൻ്റെ മോൻ വിളിച്ചില്ല പറഞ്ഞു, പപ്പ ഉമ്മയുടെ വീഡിയോ ഇങ്ങനെയുള്ള പപ്പ വീഡിയോകളൊന്നും ഇടല്ലേ, എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പപ്പാടൊന്നും മിണ്ടത്തില്ല. ഞാൻ ആ വീഡിയോ നിനക്ക് വേണമെങ്കിൽ അത് എൻ്റെ കുഞ്ഞിനെ ഫോട്ടോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ആ കുഞ്ഞൊരു എഴുതി റൈറ്റ് ചെയ്തിട്ട് ഒരു സാധനം എനിക്ക് കൊടുത്തു. കാരണം ഇവൻ എന്നിട്ട് ആ കുഞ്ഞ് പോലും പറയുന്നത്. എന്നിട്ട് ഞാൻ ഞെട്ടിപ്പോ. എൻ്റെ മോൻ പറയുന്നത്, പപ്പ ഞാൻ ഇനി 5ാം ക്ലാസ്സിലായി, എന്നെ എല്ലാവരും കൂടെ കളിയാക്കും, പപ്പ ഒന്നും ഇങ്ങനെ പറയല്ലേ, ഉമ്മി പപ്പായെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ ഇട്ടത്, ഉമ്മിക്ക് വേണമെങ്കിൽ പപ്പ എന്ത് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാലോ എന്ന് എൻ്റെ കുഞ്ഞ് ചോദിച്ചു. എന്നിട്ട് പോലും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിച്ചു. ആക്ഷൻ വീഡിയോ ആദ്യം കാണിക്കാൻ ഫിറോസ് ഖാനെ ഞാൻ ആക്ഷൻ അല്ല കാണിച്ചത്, ഞാൻ നിയമത്തിനാണോ പോയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിനോട് പോകത്തില്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതുപോലെ ഒരു കാര്യത്തിൽ എടുത്തില്ല. ഇനി എന്നും ആയിക്കോട്ടെ. ഇയാൾ ആദ്യത്തെ ഭാര്യ വിളിച്ചിട്ട് ഇന്നലെ പുള്ളിക്കാരിയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തെന്ന് പറയൂടി, നീ ഏതെങ്കിലും പോയി എന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇട്ട് ഇയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതി. അവർക്ക് പേടിയാണ്. കാരണം മീഡിയയിൽ വന്ന് ഇയാൾ പറയുമ്പോൾ ആൾക്കാർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവർക്ക് മീഡിയയിൽ വന്ന് മീഡിയ പേഴ്സൺ ആയിട്ട് വന്ന് സംസാരിക്കാൻ അവരുടെ ഫാമിലി അങ്ങനെയാണ്. അവർ അത്രയും റിപ്പോർട്ടർ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് 200 150 പവൻ അവർക്ക് മിസ്സായിട്ടും അവർ സഹിയായിട്ട് നിൽക്കുക. കുഞ്ഞിന് പോലും ഒരു ചെലവിന് കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേസ്റ്റുകളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടുകളാണ്. പക്ഷേ ഈ തെണ്ടുകളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, ഞങ്ങൾ അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഖി കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ദൈവമായിട്ടാണ് ഓരോ കാര്യം, ഇവന്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്റെ ലൈഫിൽ നിന്ന് എഴുതിയിട്ട് ഞാൻ എന്തിന് ഇവനെ ഞാൻ ഇതാക്കണം? എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോപ്പർത്തം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരാൾ ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ റിക്വസ്റ്റ് ആണ്. എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേരിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഇതാ ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ഇവനെ ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേട്, എനിക്കും എൻ്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ. അത് സത്യാവസ്ഥ എന്താണ് ഈ ലോകം അറിയട്ടെ. ഇവന്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂർ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവൻ അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കാം. എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്
എന്ന് പറഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് കയറി വരും. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടർകാരിയെ വിളിച്ചിട്ട് ഈ കുച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്ന് അറിയുമ്പോൾ ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലും കണ്ട. അത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി അങ്ങനെ കുറെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ട് ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാൾ ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ആ കഥയിലുള്ള സാധനം തന്നെയാണ്. ആ പുള്ളിക്കാരി ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിഞ്ചിൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാൾ ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങൾ മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തേക്കുന്നത്. അതെല്ലാം നിയമങ്ങളായിട്ട് നടക്കട്ടെ കാര്യങ്ങളെല്ലാം. അപ്പം ഇതുവരെ നടന്ന കാര്യങ്ങൾ, ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ വരുന്നുണ്ട്. ഇയാൾ പല ആൾക്കാരെയും വിളിച്ച് പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പം ഭീഷണിയാണ് ഇയാളുള്ളത്. ഇയാൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു മീഡിയക്കാരനാണ്. ആ മീഡിയക്കാരന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. എന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അയാളുമായിട്ട് ഒരു 6-7 മാസം മുന്നേ ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇവരുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകും, ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കും, ആ സമയത്ത് ഈ സാധനങ്ങൾ ചെയ്യും. ഇവരുടെ കൂടെ നിന്ന ഒരു സുഹൃത്ത് തന്നെയാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. തെളിവ് സഹിതമാണ് നമുക്കിതെല്ലാം കിട്ടിക്കുന്നത്. ഇതൊന്നും എന്നെ കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ടായതൊന്നും എനിക്കൊന്നും പ്രശ്നമില്ല. കാരണം അതിന് മുന്നേ എനിക്ക് ഫിറോസിനെ അറിയാം, എന്താണെന്ന് എനിക്കറിയാം. അത് എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഇങ്ങോട്ട് കയറി അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പം വീഡിയോയിലെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കും ഓരോ കാര്യങ്ങൾ. ഇത് ഓരോ ഇൻസിഡന്റ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ട്രോൾ ചെയ്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ്, ചിലപ്പോൾ മേ ബി അതൊരു കോയിൻസിഡന്റ് ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ആ സമയത്ത് ഇത്രയും നാൾ ഞാൻ ഒരു ബ്രേക്കിന് ശേഷമാണ് ആ ഒരു നാൾ ഞാനൊരു സിനിമയിൽ മാത്രമേ ഒരു പുള്ളിക്കാരി കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അതിനെ കാണുന്നത്. ആ ഇൻസിഡന്റും ചിലപ്പം എനിക്ക് നല്ലതിനായിരിക്കാം മേ ബി ആ സാധനം എനിക്ക് കൊണ്ടെടുത്തത്. കാരണം നമ്മൾ മറന്നു പോകും. കാരണം കുറേയൊക്കെ നമ്മൾ 1-2-3 സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓർത്തോട്ട് വെക്കും. ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണെന്ന് പറഞ്ഞൂടെ, നമ്മളുടെ ബഷീർ അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിൻ്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ളവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്കൊരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്കിരിക്കുന്നു. ഇതിന് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എത്തിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാർ കൂട്ടി പറയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പം ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിക്കുന്നു. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് അവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിംസ് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്ക് നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടിപ്പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കുടിച്ച് കിടന്നു. അതായത് കെട്ടിപ്പിടി ഫ്രെയിംസ് അടിച്ചുകൊണ്ടിരിക്കുക അവർ. ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് ഞാൻ ഇറങ്ങി ലാസ്റ്റ് മൃദുല എൻ്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുൻ്റെ കൂടെയാണ് ഞാൻ ചാർജ് ഇരുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൃദുലയുടെ മുന്നിലാണ് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ പോയി കിടന്നതും. രാവിലെ വീണ്ടും ഇതുപോലെ കാല് പിടിച്ച് മാപ്പ് പറയലും കാര്യങ്ങളൊക്കെ പറയുന്നു. അത് പറ്റിപ്പോയതാണെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി ഇത് തുടക്കകാലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്കൊന്ന് മേ ബി ആ ഇയർ നോക്കുമ്പോൾ അറിയാം. സൂര്യജോഡിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 7-8 വർഷം മുന്നേ, 8-7 വർഷം അത്രയായിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടായത്.
ഇതിന് തെളിവിന് ജിഷിൻ ചേട്ടനെയോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മളുടെ ആരൊക്കെ പ്രമോദേട്ടൻ ഇവരൊക്കെ പറയുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഫിറോസിനെ പേടിച്ചിട്ട് പറയുമെന്ന് എനിക്കറിയില്ല. ഈ ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല 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 ഇൻസിഡൻസും ഇയാൾ കാരണം ഇയാളെ പോലെ ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ ഇയാളുടെ പൊക്കിയിട്ടുണ്ട്. ഒത്തിരി ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഞാനിപ്പോൾ ഓർത്തുകൊണ്ട് അതും കൂടെ ഞാനിപ്പോൾ എനിക്കറിയത്തില്ല. ഗോഡ് പ്രോമിസ് ഞാൻ ആ കുട്ടിയെ കണ്ടത് അതിന് ശേഷം ഞാൻ കണ്ടിട്ട് ഇതൊരു മൂവിയിലായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ സ്കിപ്പ് ചെയ്തപ്പം എന്തോ എനിക്കറിയത്തില്ല ആ വീഡിയോ കറക്റ്റ് ആക്കും ചില വീഡിയോ ഒന്നും. അപ്പോഴാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഇത് മെയിൻ ഒരു കാര്യമാണ് ഞാൻ മറന്നിരുന്നു. കാരണം കുറേ ഒത്തിരി ഇങ്ങനെ പൊക്കി പിന്നെ ഒരു കാര്യം, താൻ ഇനി എന്ത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി അയാൾ പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ദ്രോഹിച്ചു, ഞങ്ങൾ വേറെമാരോട് പോയി മറ്റന്മാരോട് പോയി മറിച്ചുമാരോട് ഇയാളുടെ ഒരു ഭീഷണിയുണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരോടെല്ലാം ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇയാൾ വളർന്ന രീതികളും ഇയാളുടെ മനസ്സിൽ കിടക്കുന്ന കുറേ ട്രോമകളുണ്ട്. ഇതാണ് മറ്റുള്ള പെണ്ണുങ്ങളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ. അതും എനിക്ക് തോന്നുന്നു മേ ബി ആ പെണ്ണുങ്ങളെ നമ്മളെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കര അബ്യൂസ് ചെയ്യുക. അതുകൂടെ തന്നെ ഇയാൾ മറ്റുള്ള പെണ്ണുങ്ങളെയും അതുപോലെ അബ്യൂസ് ചെയ്ത് ഇയാളുടെ റിവെഞ്ച് തീർക്കുവാണോ എന്ന് പോലും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് പറഞ്ഞ് എന്തോ ആയിക്കോട്ടെ, ഇനി ഇയാൾ അടുത്ത വീഡിയോ എടുക്കാൻ പോകുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഇതെല്ലാം ഫിറോസ് ഖാനെ താൻ പറയിപ്പിച്ചതാണോ? ഇനി ഞാൻ ആരോടെ കിടന്നു, ആരോട് ജീവിച്ചു, ആരോട് എനിക്ക് കൊല്ലാൻ വേണ്ടി പോകുന്നു? താൻ പറഞ്ഞ അയാളാണ് എനിക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ താൻ കൂടുതൽ അയാളെ കൊല്ലാൻ വേണ്ടി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യാൻ പോകുന്നത് എന്താ? അയാളെ വെട്ടിക്കൊല്ലുമായിരിക്കും. അയാളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഞങ്ങൾ കൊല്ലാൻ വേണ്ടി നോക്കുമായിരിക്കും. ഇതിൽ കൂടുതൽ എന്തായാലും താൻ ഇനി എന്തോ കൊല്ലാനാണോ, വലിച്ചു കീറാനാണോ? താനാണോ വലിഞ്ഞു കീറിയിരുന്നത്? താനാണോ തൻ്റെതാണോ ഇന്ന് ബോംബ് പൊട്ടിയിരിക്കുന്നത്? എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണോ താൻ? ഞാൻ വേണ്ട എൻ്റെ റോബലിനെ വേണ്ടിയിട്ട് ക്ഷമിച്ച് അങ്ങേറ്റം എത്തിയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ഇവിടെ തൻ്റെ സ്റ്റൈലിഷ് സാധനങ്ങൾ ഇതെല്ലാം. ഇനി താൻ എന്ത് വേണമെങ്കിലും കളിച്ചോ. ഞങ്ങൾ ഇനി എന്ത് ചെയ്തെന്നോ, ഞങ്ങൾ ആദ്യത്തെ വൈഫ് ഇങ്ങനെ ചെയ്തെന്നു, രണ്ടാമത്തെ വൈഫ് ഇങ്ങനെ ചെയ്തെന്നു, എന്ത് വേണമെങ്കിലും പറഞ്ഞോടോ. ഇനിയും വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുകയോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ അഥവാ പോയിട്ടുണ്ടെങ്കിൽ, തൻ്റെ കൂടെ നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കഴിവുകളോടോ. ഒരു പെണ്ണിനെ താൻ നോക്കേണ്ട രീതി നോക്കാത്തതുകൊണ്ടും താൻ കണ്ട പെണ്ണുങ്ങളോടെല്ലാം നടന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഞങ്ങൾ പോയത്? താൻ കാണിക്കണോ. ഇനി ഞാൻ തുടങ്ങുവാണോ? ഇത്രയും മതി. ജീവിച്ച് അങ്ങേറ്റം തന്നെ പേടിച്ച് ഞങ്ങൾ ജീവിച്ച് താൻ എൻ്റെ കുഞ്ഞ് ഞങ്ങൾ പേടിച്ചല്ല, തന്നെ പേടിച്ച് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. തൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലായിപ്പോയി. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരുദോഷം ഉണ്ടാവരുതെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണോ ഇത്രയും നാൾ ക്ഷമിച്ച് ജീവിച്ചത്? പക്ഷെ ഇനി നിങ്ങളെ ഞങ്ങൾ വലിച്ചു കീറി നിയമത്തിനിട്ട് കൊടുക്കുക. നിയമം ഈ ഇന്ത്യൻ ഒരു പൗരൻ എന്നുള്ള ഒരു നമ്മൾ മനുഷ്യനായി പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഇങ്ങനെ തെറ്റ് കാണിക്കുന്ന ആൾക്കാരെ, ഇത്രയും ക്രൂരമായി തെറ്റ് കാണിക്കുന്ന ആൾക്കാർക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാം. നിങ്ങൾക്ക് വിട്ടുതരോ? നിങ്ങൾ ഇവനെ എന്താണെന്ന് തീരുമാനിച്ചോ. എനിക്കിനി എന്തിനത് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ഉള്ളിൽ എൻ്റെ കുഞ്ഞ് നോവൂലോ, എൻ്റെ മോന് ഇയാളെന്ന് പറഞ്ഞ ജീവന, ആ ഒരൊറ്റ വേദന എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ പപ്പ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞ് വളരുമ്പോൾ അവൻ മനസ്സിലാക്കട്ടെ. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഞങ്ങൾ നൊന്ത് ഈ പരിപാടി ഇനി വയ്യ. മതിയടോ തൻ്റെ ബോംബ് കൂട്ടും പൊട്ടിപ്പേരും പട്ടുപേരും എല്ലാം. താനിപ്പോൾ ഓരോരുത്തർ വിളിച്ച് കരയുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം. ഞാൻ അവളെ ഒന്നും ദ്രോഹിക്കത്തില്ല. എടോ താൻ ആരെ ദ്രോഹിച്ചാലും താൻ പറയുന്നുണ്ടോ തൻ്റെ കൂടെ ജീവിച്ച സമയത്ത് നാണം ഇല്ലടോ. തൻ്റെ കൂടെ ഇപ്പോഴും താൻ എനിക്ക് ഡിവോഴ്സ് ചെയ്യാതിരിക്കുവാണോ? താൻ എന്നെ പുഷ് വിളിക്കുക. ആദ്യത്തെ വൈഫിന് ഡിവോഴ്സ് കൊടുക്കാതിരിക്കുക. ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്നെല്ലാം മേടിച്ചെടുത്ത് താൻ എന്തോ ഉണ്ടാക്കി എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യ. നിങ്ങൾ നശിച്ച് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി വരട്ടെ. അവര് മീഡിയയിൽ വന്നില്ലേലും അവർ ലീഗലി നീങ്ങും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഇനി എന്തായാലും ജീവിച്ചിരിക്കേണ്ട ലോകത്ത്. നിയമം കൊണ്ട് നിങ്ങളെ വലിച്ചു കീറട്ടെ. വളരെ ഫ്രസ്ട്രേറ്റഡായി നിൽക്കുന്ന സജിനയെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും നാൾ സജിന ഫിറോസിക്ക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരനോടുള്ള എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ടായിരുന്നു സജിനയുടെ പല വീഡിയോസും ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് സജിന ഫിറോസിക്ക എന്ന് വിളിക്കാതെ ഫിറോസ് എന്ന് വിളിച്ച് സംസാരിക്കുന്നതായി കാണുന്നത്. ഇനി ഫിറോസിന്റെ ഭാഗം എന്താണെന്ന് ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.